പമ്പുകളെക്കുറിച്ചുള്ള കൂടുതൽ അറിവിനായി തുണ്ടത്തിൽ ട്രേഡേഴ്സിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മേളിൽ വെച്ച് ഒരിക്കലും കപ്പിൾ ചെയ്തതിന് ശേഷം വെള്ളമില്ലാതെ ഒരിക്കലും ഒരു ബോർവെൽ പമ്പ് ഓടിക്കരുത്. അപ്പോൾ നമ്മൾ ഇതേപോലെയാണ് നോർമലി ഇവിടെ നിന്ന് ദൂര സ്ഥലങ്ങളിലേക്ക് അയക്കാൻ നേരത്ത് നമ്മൾ നോർമലി ടെസ്റ്റ് ചെയ്യുന്ന ഇതേ രീതിയിലാണ്. കസ്റ്റമേഴ്സിന് നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന മെയിൻ ബ്രാൻഡ് ഡെക്കാൻ്റെ എക്കി തന്നെയാണ്. എക്കി എന്ന് പറഞ്ഞ ബ്രാൻഡ് തന്നെയാണ്. അതിനുള്ള മെയിൻ 2 കാരണങ്ങളാണ് ഒരു ഡീലറെ സംബന്ധിച്ച് എനിക്കുള്ളത്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ എൽദോസ്. തുണ്ടത്തിൽ ട്രേഡേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എക്കി ബ്രാൻഡിൻ്റെ, അതായത് എക്കി ഡെക്കാൻ ബ്രാൻഡിൻ്റെ ഒരു ഫുൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ പമ്പാണ്. ഇതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോയും അതിനെക്കുറിച്ചുള്ളൊരു ഫീച്ചേഴ്സും അതിൻ്റെ ഒരു ടെസ്റ്റിംഗ് കാര്യങ്ങൾ. കാരണം ഇത് കണ്ണൂരുള്ളൊരു കസ്റ്റമർ ഓർഡർ ചെയ്തേക്കുന്നതാണ്. അപ്പോൾ കസ്റ്റമർക്ക് നമ്മൾ ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്ത് അത് വെള്ളം ഫില്ല് ചെയ്ത് ടെസ്റ്റ് ചെയ്തിട്ട് വേണം വിടാനെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അതനുസരിച്ച് നമ്മളിതൊന്ന് ടെസ്റ്റ് ചെയ്യും. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഒരു വീഡിയോ ചെയ്ത് പുതിയൊരു പമ്പുമാണ്, പുതിയൊരു മോഡലുമാണ്. അപ്പോൾ അത് നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. നമ്മളിപ്പോൾ ഇന്ന് എടുത്തേക്കുന്നത് 2 HP സിംഗിൾ ഫേസിൽ 33 സ്റ്റേജ് 192 മീറ്റർ ഹെഡ് കിട്ടുന്ന ഒരു ബോർവെൽ സബ്മേഴ്സിബിളാണ്. സാധാരണ 4 ഇഞ്ചിൻ്റെ ബോർവെൽ സബ്മേഴ്സിബിൾ തന്നെയാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇതിനി അൺബോക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ജസ്റ്റ് അതിൻ്റെ മോഡൽ എങ്ങനെയാണ്, ഇതിൽ 2 മോഡൽസാണ് വരുന്നത്. അതെന്തൊക്കെയാണ്, അങ്ങനെയുള്ള ഡീറ്റെയിലൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതാണ് നമ്മുടെ 2 HP സിംഗിൾ ഫേസിൻ്റെ എക്കിയുടെ ഫുൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ പമ്പ് എന്ന് പറയുന്നത്. ഇതിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ മോട്ടർ 2 മോഡൽസാണ് വരുന്നത്. ഇത് ഫുൾ SS മോഡലാണ്. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, അതിൻ്റെ മേളിലുള്ള കപ്ലിങ്ങിൻ്റെ ഭാഗവും താഴെയുള്ള നമ്മളാ ബൂട്ട് വരുന്ന സ്പേസും എല്ലാം, പമ്പ് ഉൾപ്പെടെ നെറ്റ് ബോൾട്ട് എല്ലാം ഉൾപ്പെടെ, ഈവൻ അതിൻ്റെ നോൺ റിട്ടേൺ വാൽവ് കൊടുക്കുന്നത് ഉൾപ്പെടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെയായിരിക്കും. അതിലൊരു റബ്ബർ വാഷർ മാത്രമാണ് ഒരു വേറൊരു മെറ്റീരിയൽ എന്ന് പറയാനുള്ളൂ. പിന്നെയുള്ളത് സ്റ്റാൻഡേർഡ് മോട്ടറും വിത്ത് സ്റ്റെയിൻലെസ് സ്റ്റീൽ പമ്പാണ്. അപ്പോൾ അതിൻ്റെ മേളിൽ കപ്ലിംഗ് വരുന്ന ഭാഗം, താഴെ ബൂട്ട് വരുന്ന ഭാഗമൊക്കെ കാസ്റ്റ് ചെയ്യേണ്ടതായിരിക്കും. ബാക്കിയുള്ള ബോഡി, പമ്പ് അതെല്ലാം ഫുൾ സ്റ്റെയിൻലെസ് സ്റ്റീലായിരിക്കും. അത് കസ്റ്റമർ പ്രത്യേകം പറഞ്ഞാണ് ഇതിൻ്റെ ഫുൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ പമ്പാണ് വേണ്ടത്. ആകെ ഒരു വേറൊരു മെറ്റീരിയൽ എന്ന് പറയാനുള്ളത് ആകെയിൽ വെള്ളം ഒഴിക്കുന്ന നെട്ടും അതിൻ്റെ ഒരു ഡ്രെയിൻ പ്ലഗും ആയിരിക്കും. ബാക്കി എല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീലായിരിക്കും. മെയിനായിട്ട് ഇതേപോലത്തെ പമ്പ് യൂസേജ് വരുന്നത് വെള്ളം മോശമായിട്ടുള്ള ചില കിണറുകൾ, അതായത് വെള്ളത്തിൽ കെമിക്കലിൻ്റെയോ മറ്റ് കാര്യങ്ങളുടെയോ കണ്ടൻറ്റുകളുള്ള വെള്ളമാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ മറ്റ് മെറ്റീരിയൽസ് കൊറോഡ് ചെയ്യും. അപ്പോൾ ഈ കൊറോഷൻ ഒഴിവാക്കാനുള്ള ഒരു മെഷർ എന്ന നിലയ്ക്കാണ് കൂടുതലും സ്റ്റെയിൻലെസ് സ്റ്റീൽ പമ്പുകൾ യൂസ് ചെയ്യുന്നത്. പിന്നെ അത് കൂടുതൽ ഡ്യൂറബിളാണ്. നമ്മൾ സാധാരണ വരുന്ന നൊറൈൽ ഇമ്പലർ, നൊറൈലിൻ്റെ തന്നെ കേസിങ്ങും വരുന്ന, അതായത് ഡിഫ്യൂസർ കേസിങ് വരുന്ന നൊറൈൽ മെറ്റീരിയലായിരിക്കും. അതിന് പകരം ഇതേപോലെ ഫുൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ വരുമ്പോൾ അതെന്തായാലും കൂടുതൽ ഡ്യൂറബിളായിരിക്കും, നല്ല എക്സ്പെൻസീവ് ആയിരിക്കും. നമ്മളിപ്പോൾ ഒരു ആവറേജ് നോക്കിക്കഴിഞ്ഞാൽ ഈ 2 HP 33 സ്റ്റേജിൻ്റെ പമ്പിന് തന്നെ അറൗണ്ട് ഒരു 35 to 40 ഇടയ്ക്ക്, 40,000 40,000 രൂപയുടെ ഇടയ്ക്ക് പ്രൈസ് റേഞ്ച് വരുന്നൊരു മോഡലാണ്. ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് കണക്ട് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ടെസ്റ്റിംഗ് ടാങ്കിലിട്ട് ഇതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള സോഴ്സേ ഉള്ളൂ. നമുക്കൊരു ടെസ്റ്റിംഗ് ടാങ്കിൽ വെച്ച് എത്രത്തോളം ടെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്കറിയാം. എന്നാലും കസ്റ്റമർ ആവശ്യപ്പെട്ട സ്ഥിതിക്ക് നമുക്കത് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ കസ്റ്റമർ കാണുന്നുണ്ടെങ്കിൽ കസ്റ്റമർക്ക് ഒരു ഹായ്. അപ്പോൾ ഒരു ഫോട്ടോയാണ് ആവശ്യപ്പെട്ടത്. ഞാൻ എന്തായാലും ഒരു ഫുൾ വീഡിയോ തന്നെ തന്നിട്ടുണ്ട്. കാണാൻ മൊത്തത്തിലൊരു ഭംഗിയുണ്ട്. അതിലൊരു നമ്മൾ കാണുമ്പോൾ തന്നെ ഒരു പെർഫെക്ഷനും ഒരു ക്വാളിറ്റിയും നമുക്ക് ഫീൽ ചെയ്യും. എന്തായാലും ഇത്രയും വിലയുള്ള പമ്പാകുമ്പോൾ അത് അങ്ങനെയാണ് വരുള്ളൂ. ഓക്കെ, നമുക്കിനി നമ്മുടെ ടെസ്റ്റിംഗ് ടാങ്കിലേക്ക് പോകും. അപ്പോൾ നമ്മളിതാ ഇതിൻ്റെ വെള്ളം ഒഴിക്കുന്ന ബോൾട്ട് വരുന്ന ഈ സൈഡിലാണ്, അതേപോലെ തന്നെ പറഞ്ഞാൽ അപ്പുറ സൈഡിലുണ്ടാവും. അവരൊരു സ്പെഷ്യൽ ടൈപ്പ് കുനിയിലാണ് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ വെള്ളം ഫില്ല് ചെയ്യുന്ന കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ അത് വെള്ളം ഓവർഫ്ലോ ആയി വന്നു. ഓക്കെ, ഇതിന് വേറെ നമ്മൾ സെപ്പറേറ്റ് സ്റ്റെയിനറോ കാര്യങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ സ്റ്റെയിനർ ഓൾറെഡി ഇൻബിൽറ്റ് അതിൻ്റെ മേളിൽ കമ്പനി തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ മോട്ടറിൽ കൊടുക്കുന്ന പോലെ ഒരു സെപ്പറേറ്റ് സ്റ്റെയിനർ അതിൻ്റെ ആവശ്യമില്ല. മില്ലിംഗ് ഷാഫ്റ്റ് ആയതുകൊണ്ട് വേറെ കീയോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഷാഫ്റ്റ് പൊസിഷനിൽ വരുമ്പോൾ താഴേക്ക് ഇറക്കി വിടുക, എന്നിട്ട് നെറ്റ് ബോൾട്ട് ടൈറ്റ് ചെയ്യുക. നമ്മുടെ മോട്ടർ ടെസ്റ്റിംഗ് ടാങ്കിലെത്തി. അപ്പോൾ നമ്മൾ സപ്ലൈ കൊടുത്തു. ഇതിൽ റീഡിങ് കൃത്യമായിട്ട് നമ്മുടെ ഇതിൻ്റെ ഫ്ലിക്കറിങ് കാരണം നമ്മുടെ വീഡിയോയിൽ കൃത്യമായിട്ട് കിട്ടില്ല. 220 ആണ് നമ്മുടെ വോൾട്ടേജ് കാണിക്കുന്നത്. ഇനി നമുക്ക് മോട്ടർ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. 11.6 ആംപിയറാണ്, 11.7 ആംപിയറാണ് അതിൻ്റെ കറണ്ട് കൺസപ്ഷൻ. അത്യാവശ്യം നല്ല പെർഫോമൻസ് തന്നെ ഉണ്ട്. 33 സ്റ്റേജിനെ സംബന്ധിച്ച് ഇതിൻ്റെ മിനിമം ഹെഡിൽ അത് പറയുന്ന ഡിസ്ചാർജ് 2400 ലിറ്റർ ഡിസ്ചാർജാണ് പറയുന്നത്. മാക്സിമത്തിൽ 600. ഓക്കെ,
അപ്പോൾ നമ്മൾ ഇതേപോലെയാണ് നോർമലി ഇവിടെ നിന്ന് ദൂര സ്ഥലങ്ങളിലേക്ക് അയക്കാൻ നേരത്ത് നമ്മൾ നോർമലി ടെസ്റ്റ് ചെയ്യുന്ന ഇതേ രീതിയിലാണ്. വെള്ളം ഫില്ല് ചെയ്ത് നമ്മുടെ ടെസ്റ്റിംഗ് ടാങ്കിലിട്ട് അതിൻ്റെ കറണ്ട് കൺസപ്ഷനും കാര്യങ്ങളും ചെക്ക് ചെയ്യുന്നതാണ്. ഒരു ലിമിറ്റഡ് സോഴ്സ് വെച്ചുള്ള ടെസ്റ്റിംഗ് ആണ് നമ്മൾ സാധാരണ ചെയ്യാറ്. പിന്നെ നമ്മളെ കോൺടാക്ട് ചെയ്യുന്ന പല കസ്റ്റമേഴ്സിനും നമ്മളെപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് ഡെക്കാൻ്റെ EKKI തന്നെയാണ്. നമ്മൾ ഒരുപാട് കമ്പനികൾ ഡീൽ ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും പല ബ്രാൻഡുകളും ഡീൽ ചെയ്യുന്നുമുണ്ട്. അപ്പോൾ അതിലുള്ള 2 കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മളെപ്പോഴും ചെക്ക് ചെയ്യാറ്, പ്രത്യേകിച്ച് ദൂര സ്ഥലങ്ങളിലേക്ക് അയക്കാൻ നേരത്ത്. ഒന്ന്, പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി. നമ്മളത് കൊടുത്ത് വിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഓണാകുന്നില്ല, മറ്റ് പ്രശ്നങ്ങളൊന്നും വരരുത്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സർവീസ് അവൈലബിലിറ്റി. മിക്ക കംപ്ലയിൻറ്റുകളും വരുന്നത് സൈറ്റ് കംപ്ലയിൻറ്റുകളായിട്ട് ബന്ധപ്പെട്ടാണ് മിക്ക പ്രശ്നങ്ങളും വരാറ്. എന്നാൽ പോലും അതിന് പ്രോപ്പറായിട്ട് സൈറ്റ് അറ്റൻഡ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ വേണം. അല്ലെങ്കിൽ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഫോളോ അപ്പ് നടത്തുക. ഇങ്ങനെയുള്ള 2 കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മളെപ്പോഴും ഒരു പ്രൊഡക്റ്റ് സജസ്റ്റ് ചെയ്യാറ്. അല്ലാതെ മാർക്കറ്റിലുള്ള മറ്റ് ബ്രാൻഡുകൾ നമുക്ക് അറിയില്ലാത്തതുകൊണ്ടോ അങ്ങനെയൊന്നുമല്ല. നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നത് കസ്റ്റമേഴ്സിൻ്റെ ഒരു കംഫോർട്ട്, നമ്മുടെ ഒരു കംഫോർട്ടും കൂടിയാണ്. നമുക്ക് തിരക്കിൻ്റെ ഇടയ്ക്ക് ഇതേപോലെ ചെറിയ മിസ്റ്റേക്കുകൾക്കായിട്ട് ഓടിയെത്താനോ മറ്റു കാര്യങ്ങൾക്കോ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒരു ഫൈനസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് വേണം. അത് കൂടാതെ അതിനൊരു ബാക്കപ്പ് ചെയ്യാനായിട്ട് നല്ലൊരു സപ്പോർട്ടും വേണം. ഇത് ഓഫ് ചെയ്തോളാം. ഇതേപോലെയുള്ള 2 കാര്യങ്ങളാണ് നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യാറ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾ ഇതേപോലെ പമ്പ് ടെസ്റ്റ് ചെയ്യുകയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡ്രമ്മിൽ ഇട്ടിട്ട് വേണം നിങ്ങൾ ടെസ്റ്റ് ചെയ്യാനായിട്ട്. മേളിൽ വെച്ച് ഒരിക്കലും കപ്പിൾ ചെയ്തതിന് ശേഷം വെള്ളമില്ലാതെ ഒരിക്കലും ഒരു ബോർവെൽ പമ്പ് ഓടിക്കരുത്. അത് ശ്രദ്ധിക്കണം. പലരും ഇങ്ങനെ ചെയ്ത് കംപ്ലയിൻറ്റുകൾ കാണിക്കുന്നുണ്ട്. ടെസ്റ്റ് ചെയ്യാനായിട്ട് മേളിൽ വെച്ച് കപ്പിൾ ചെയ്തതിന് ശേഷം ഓടിക്കും. അങ്ങനെ ഒരിക്കലും ഓടിക്കരുത്. അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്കിത് വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ട്, ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. പമ്പുകളെക്കുറിച്ചുള്ള കൂടുതൽ അറിവിനായി തുണ്ടത്തിൽ ട്രേഡേഴ്സിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.